സുഹൃത്തുക്കളെ, നമ്മൾ വീടിൻ്റെ വയറിങ് തുടങ്ങുമ്പോഴേ വെട്ടിപ്പുളിയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാറില്ല. അത് വെട്ടിപ്പുളിയല്ലേ, അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കുക. അതുപോലെ എന്നിട്ട് വയറിങ് സ്വിച്ചൊക്കെ നല്ല മേടിച്ചാൽ മതി എന്നുള്ളൊരു ധാരണ ഉണ്ട് എല്ലാവർക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തിനാണ്, നമ്മുടെ വെട്ടിപ്പുളി തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് നല്ല വൃത്തിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും. കാരണം വെച്ചാൽ നമുക്ക് എത്ര വില കൂടി സ്വിച്ചായാലും വയറായാലും സ്വിച്ച് ബോർഡിനുള്ളിൽ മണ്ണ്, അതുപോലെ ഉറുമ്പ്, പൊടി, ഈ സംഭവങ്ങളൊക്കെ ഇറങ്ങിയതൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് നല്ല ISC പൈപ്പും അതുപോലെ മെറ്റൽ ബോക്സ് ആയാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതുപോലെ അത് മേടിച്ചാൽ മാത്രം പോരാ, അത് ഫിറ്റ് ചെയ്യണ രീതി ഇതുപോലെ കറക്റ്റ് അഡാപ്റ്റർ ഇട്ട് അല്ലെങ്കിൽ സിമെൻറ്റിൽ ഉറപ്പിക്കുക. അഡാപ്റ്റർ ഇട്ട് സിമെൻറ്റിൽ ഉറപ്പിച്ചാൽ അടിപൊളിയാണ്. ഈർപ്പത്തിൻ്റെ നനവ് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ബോക്സ് ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. സിമെൻറ്റ് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സ്ട്രോങ് സിമെൻറ്റിൽ തന്നെ ഉറപ്പിക്കണം. സാധാ തേപ്പിൻ്റെ സ്ട്രോങ് പോരാ. നമ്മൾ മെറ്റൽ ബോക്സ് ഉറപ്പിക്കുമ്പോൾ നല്ല അതിനായിട്ട് കൂടുതലായിട്ട് സിമെൻറ്റ് ഇട്ടിട്ട് നല്ല സ്ട്രോങ്ങിൽ തന്നെ ബോക്സ് ഉറപ്പിക്കുക. ഇതുപോലെ അഡാപ്റ്ററൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ബോക്സ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഈർപ്പത്തിൻ്റെ പ്രശ്നം, അതുപോലെ പൊടി, മണ്ണ്, ഉറുമ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല. അതുപോലെ ISC പൈപ്പ് ഉപയോഗിക്കുക എപ്പോഴും കൺസീൽ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പൊടികളൊന്നും തീരെ പൈപ്പ് പൊട്ടിയിട്ട് ഉറുമ്പ് വന്നിട്ടൊക്കെ ബോക്സിനുള്ളിലേക്ക് പൊടി ഇറങ്ങാൻ വളരെ സാധ്യത കൂടുതൽ. സാധാ ലോക്കൽ പൈപ്പ് പോലെ അഡാപ്റ്ററൊന്നും ഇട്ടില്ലെങ്കിൽ എന്തായാലും പൊടിയും മണ്ണൊക്കെ ഇറങ്ങും. കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ ഓരോ സ്വിച്ച് ബോർഡ് വരുമ്പോൾ നമുക്ക് അങ്ങനെ കാണാറുണ്ട്. മെയിൻ്റെനൻസിനൊക്കെ പോകുമ്പോൾ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിട്ട് പോകുമ്പോൾ സ്വിച്ച് ഇങ്ങനെ പ്രസ് ചെയ്താലും അത് അമരില്ല. അതിനുള്ളിൽ പൊടി കയറിയിട്ട് ഉറുമ്പ് കയറിയിട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഇതുപോലെ അഡാപ്റ്റർ ടൈറ്റ് ചെയ്യുക, സിമെൻറ്റ് ഇട്ട് ബോക്സ് ഉറപ്പിക്കുക. ഒരിക്കലും ബോക്സ് പൊട്ടിപ്പൊളിച്ചിട്ട് പൈപ്പിൻ്റെ ഉള്ളിൽ കോർത്തിട്ടരുത്. തേപ്പണിക്കാർ ഉറപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അതിട്ടിട്ട് പോരരുത്. കാരണം അഡാപ്റ്റർ ഇട്ടിട്ട് നമ്മൾ മാസ്കിൻ ടേപ്പ് ചുറ്റിയാലും നമ്മൾ ബോക്സ് ഉറപ്പിക്കുക തന്നെ വേണം. ചില സ്ഥലത്ത് മാസ്കിൻ ടേപ്പ് ചുറ്റിയിട്ട് ബോക്സ് ഉറപ്പിക്കാനിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മാസ്കിൻ ടേപ്പ് ചുറ്റിയാലും ബോക്സ് സിമെൻറ്റ് നല്ല സ്ട്രോങ് സിമെൻറ്റിൽ ഉറപ്പിക്കാൻ വേണം. എന്നാലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളും ഇല്ലാണ്ടിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വർക്കുകളൊക്കെ 100% ഗ്യാരണ്ടിയാണ്. പൊടിയും കാര്യങ്ങളും ഉറുമ്പും വരില്ല എന്നുള്ളത് അത്രയ്ക്കും ഗ്യാരണ്ടിയിൽ നമ്മൾ ഈ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അടിയിലെ മെറ്റൽ ബോക്സും ഇതൊക്കെ നമ്മൾ അഡാപ്റ്റർ ഇട്ട് ഉറപ്പിച്ചാലും മുകളിലത്തേലും ഇതുപോലെ പൈപ്പ് നമ്മൾ തുളച്ചിട്ട് കറക്റ്റ് ഹോൾ കട്ടിട്ട് തുളച്ചിട്ട് ടൈറ്റിൽ തന്നെ കയറ്റി കൊടുക്കണം പൈപ്പ്. അപ്പോൾ മേൽഭാഗത്തും ഇതുപോലെ പൊടിയും മണ്ണും വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാലും നമ്മൾ അടിയിൽ ഇത്ര ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് മേലെ പൈപ്പ് കറക്റ്റല്ല, ബോക്സ് കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ അവിടുന്ന് പൊടിയും മണ്ണും വരാൻ ചാൻസ് കൂടുതലില്ല. അപ്പോൾ അതും ഇതുപോലെ സിമെൻറ്റ് ഇട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് നമുക്ക് വയറിന് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരില്ല. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വയർ വലിക്കാനുള്ള രീതിയിൽ എപ്പോഴും വയറിങ് ചെയ്യാം. വയറ് മാറ്റാനുള്ള സംവിധാനത്തിൽ നമുക്കിപ്പോൾ അങ്ങോട്ടൊന്ന് മാറ്റം ചേഞ്ചിങ് ഒക്കെ വരണമെങ്കിൽ വയർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഏത് സമയത്ത് പോയാലും നമുക്ക് വയറ് മാറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ മേലെ വെക്കുന്ന ബോക്സുകളും എല്ലാ ISC പൈപ്പൊക്കെ ഇട്ട് ഇതുപോലെ ക്ലിയർ ആയിട്ട് വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലത്തും വയറിങ്ങിന് യാതൊരു കംപ്ലൈൻറ്റുകളും വരില്ല. സ്വിച്ചായാലും കുറേ കാലം ഈട് നിൽക്കും. വില കുറഞ്ഞ സ്വിച്ചായാലും പൊടി മണ്ണും കയറിയില്ലെങ്കിൽ കുറച്ച് അധികം കാലം നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഇപ്പോൾ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഓക്കെ, കല്ല് മണ്ണൊക്കെ ഉള്ളിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മെറ്റൽ ബോക്സ് എപ്പോഴും സിമെൻറ്റ് നല്ല സ്ട്രോങ്ങിൽ ഉറപ്പിച്ച് മേലത്തെ ബോക്സ് ആയാലും ഉറപ്പിച്ചതിന് ശേഷം വയ്ക്കുക.